12 ബൈ പ്രോഡക്ട്സ് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതുപോലെ പേപ്പർ പ്ലേറ്റുകൾ ചെയ്തെടുക്കാം. വളരെ ചെറുതായിട്ട് ഇത് കണ്ടോ, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലേറ്റ്, കപ്പ് കേക്കിന്റെ അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് ഇതാണ് പാളയുടെ പല പ്രോഡക്ട്സ്. ഇതുണ്ട് സാമ്പ്രാണിയുടെ തന്നെ പല ഐറ്റംസ്. താമരയുടെ ഇലകൾ കൊണ്ട്, ചകിരി കൊണ്ട് തന്നെ കപ്പുകൾ ഉണ്ടാക്കാം. ഇത് നമ്മുടെ സാക്ഷാൽ കപ്പയാണ്. കപ്പ അരച്ചെടുത്ത് ഉണ്ടാക്കിയിരിക്കുന്ന പ്ലേറ്റും അതുപോലെ തന്നെ കപ്പുമാണ്. പല ടൈപ്പിലുള്ള സ്ലിപ്പറുകൾ ഇതുപോലെ വേണമെങ്കിൽ ഈ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡഡ് ഐറ്റംസ്, മൾട്ടിനാഷണൽ കമ്പനികളുടെ ഐറ്റംസ്, ഇത് പലതും എങ്ങനെയാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയതെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ചെറുകിട യൂണിറ്റുകളിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് നമ്മൾ കാണുന്ന നിലയിലേക്കാണ് അവർ വളർന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ബിസിനസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല വരുമാനമുണ്ടാക്കി നല്ല ബ്രാൻഡഡ് ഐറ്റംസ് വിപണിയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന തരത്തിൽ ചില മെഷീനറീസാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ചില മെഷീനറീസ് ഇല്ല, ഒറ്റ മെഷീനറി. ആ ഒറ്റ മെഷീനറിയിൽ തന്നെ 12 ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് കേൾക്കുമ്പോൾ ഒരു ഞെട്ടല്ലേ. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ നമ്മൾ കണ്ടിരിക്കുന്ന വീഡിയോകളിലൊക്കെ പല മെഷീനറി 12 സാധനങ്ങൾ ഉണ്ടാക്കാൻ 12 യന്ത്രങ്ങൾ വേണം. എന്നാൽ ഈ ഒറ്റ യന്ത്രത്തിൽ 12 സംഗതികൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അതും ഇന്നത്തെ സമൂഹത്തിന് ഏറെ ആവശ്യമുള്ള, ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് വിൽപ്പനയുള്ള സാധനങ്ങളാണ്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു, എന്നാൽ കമ്പനിയെക്കുറിച്ച് പറഞ്ഞില്ല. കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ കോയമ്പത്തൂരിലെ ഗണപതി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അവിടെ ഈ ഒരൊറ്റ മിഷൻ മാത്രമേ ഒരു മാനുഫാക്ചർ ചെയ്യുന്നുള്ളൂ. ഏതാണ്ട് 18 വർഷങ്ങളായിട്ട് ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യം കൂടെ നമ്മൾ അതിനെക്കുറിച്ച് കേട്ടപ്പോഴാണ് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ട് ഞെട്ടിയതും. കാരണം ഈ ഒരൊറ്റ മിഷൻ 18 വർഷങ്ങളായിട്ട് ഒരു മാനുഫാക്ചർ ചെയ്ത് ഇന്ത്യയിലുടനീളം, കേരളത്തിലൊക്കെ ഇവരുടെ മിഷനറീസ് ഉണ്ട്. മിഷനറി എന്ന് പറഞ്ഞാൽ ഈ ഒറ്റ മിഷൻ ഇത് ഉണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ഫാക്ടറിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്ന് നമ്മൾ കാണാൻ പോവാണ്. എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഉപകാരപ്രദമായിട്ട് എത്തും എന്നുള്ളതാണ്. ഈ കാണുന്ന മിഷനിലാണ് ഈ ഒരു ഞാനീ പറഞ്ഞ പോലെ 12 സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. അതായത് 12 ബൈ പ്രോഡക്ട്സ് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഈ ചെറിയ കുഞ്ഞൻ മെഷീനിലൂടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ പേപ്പർ പ്ലേറ്റുകൾ ചെയ്തെടുക്കാം. ഇത് ബയോ പ്രോഡക്റ്റാണ്. നമ്മുടെ എന്താ പറയുക, പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സാധനം നമ്മൾ എല്ലായിടത്തും നിരോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാണ് പേപ്പർ പ്ലേറ്റുകൾ. അത് പല ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ കാണുന്ന എന്താ പറയുക, സ്ക്വയർ ഷേപ്പിലുള്ള പ്ലേറ്റാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽ പലതാണ്. അപ്പോൾ അതിനെക്കുറിച്ചും ആദ്യം തന്നെ പറഞ്ഞുതരാം. ഈ റോ മെറ്റീരിയലെ ഓർത്ത് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ റോ മെറ്റീരിയലിൽ നിങ്ങൾക്ക് സുഖമായിട്ട് വാങ്ങിച്ചെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിൽ വളരെ ചെറുതായിട്ട് ഇതുണ്ടോ, ഈ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് പ്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനത്തെ പല സംഗതികളുണ്ട്. ഇതുകൊണ്ട് തീരുകയല്ല. ഇനി ഒരു ചെറിയ പ്ലേറ്റാണ് വേണ്ടതെങ്കിൽ ഇതിനെല്ലാം ഈ പ്ലേറ്റുകളുടെ ഒരു സെക്ഷൻ തന്നെ ഒരുപാട് സെക്ഷൻ ഉണ്ട്. നമ്മളത് മൊത്തം ഇങ്ങനെ പറയുകയാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇത് കണ്ടോ, വളരെ ഗോൾഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലേറ്റ്. പക്ഷേ ഇത് നമ്മുടെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ അധികം ഓടാൻ സാധ്യതയുള്ളൊരു പ്ലേറ്റ് അല്ല ഇത്. എന്നാൽ ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ വളരെയധികം ആരാധകരുള്ള, വളരെയധികം എന്താ പറയുക, പോകുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇവിടെ ഈ എക്സ്പോർട്ടിങ്ങിനുള്ള ഒരു സാധ്യത കൂടെ നിങ്ങളുടെ മുൻപിലേക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. ഇത് നല്ലൊരു മെറ്റീരിയൽ കൂടിയാണ്. അതിൻ്റെ പല ഷേപ്പുണ്ട്. ഇത് കേട്ടോ, ഈ ഒരു ഷേപ്പുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ട് കുറച്ച് പേപ്പറുകൾ നൽകണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതുണ്ട് കപ്പ് കേക്കിൻ്റെ അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ. ഇത് വളരെ രസകരമായിട്ട് തന്നെ ഇതിൽ മാനുഫാക്ചർ ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് ഇതാണ് പാളയുടെ പല പ്രോഡക്ട്സ്. ഇത് നല്ല സൂപ്പർ സ്പൂണ്, ഐസ്ക്രീം ബൗള്, ഇത് കണ്ടോ, അതിന് പറ്റിയ സ്പൂണുകൾ. പിന്നെ നമുക്ക് കുറച്ച് കറിയൊക്കെ എടുക്കണമെങ്കിൽ അതിന് പറ്റുന്ന ഒരു സാധനം. പിന്നെ ചെറിയ സാധനങ്ങൾ, ഇതൊക്കെ ഈ ഒരു മെഷീനകത്തോടെ ഉണ്ടാക്കിയെടുക്കും. ഇത് കണ്ടോ, അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ട്രേ, അടിപൊളി ഒരു ട്രേ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഇത് കണ്ടോ, ഇത് നമുക്കൊരു കറി പ്ലേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ഐസ്ക്രീം പോട്ട്, അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് ഫ്രൂട്ട് സലാഡ്, അതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം. നമ്മുടെ വിവാഹ പാർട്ടികളിലൊക്കെ ഇവനെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അവർ അതിഗംഭീരമായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു സാധ്യതയുണ്ട്. പിന്നെ ഇത് കണ്ടോ, നമുക്ക് കുറച്ച് എന്താ പറയുക, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെക്കണം. ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ വരുവാണ്, അവിടെ കൊണ്ടുപോയിട്ട് കുറേ സാധനങ്ങൾ നിരത്തി വെക്കണം. അതിന് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഷേപ്പിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ പ്ലേറ്റുകളുടെ തന്നെ കുറേ വെറൈറ്റികൾ. ഇതെല്ലാം നമുക്ക് ഈ പാളയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇത് കണ്ടോ. പിന്നെ ഈ കുറച്ച് മീൻ വറുത്ത് വെക്കണമെങ്കിൽ ഇതിനകത്ത് വെക്കാം. ഇനി അതല്ല, കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം. ഇത് പിന്നെ എന്ന് വെച്ചാൽ പാളയിൽ തന്നെ കുറച്ചുകൂടെ നല്ല കട്ടിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന സാധനമാണ്. നമുക്ക് കുറച്ച് നാൾ എന്താ പറയുക, വളരെയധികം കാലം ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതെല്ലാം എന്താണ് സാധനം എന്ന് പറയുന്നത്. ഞാൻ ഇപ്പം മുട്ടായി മേടിച്ചിരുന്നു. എന്താ സാധനം? ഇത് നോക്കിയേ, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇപ്പം ചിലർക്ക് കത്തിയിട്ടുണ്ട്. ഈ സാധനം എന്ന് പറയുന്നത് സാമ്പ്രാണിയാണ്. സാമ്പ്രാണിയുടെ തന്നെ പല വെറൈറ്റി. ഈ കാണുന്നതെല്ലാം സാമ്പ്രാണിയുടെ പല വെറൈറ്റിയാണ്. അപ്പോൾ ഇതൊന്നും ഈ പ്രൊഡക്റ്റുകളെ നമ്മൾ പരിചയപ്പെടുത്തുകയല്ല. ഇതെല്ലാം നമുക്ക് ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് മാനുഫാക്ചർ ചെയ്തെടുക്കാം. അതാണ് ഇതിൻ്റെ രസം എന്ന് പറയുന്നത്. അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, താമരയുടെ ഇലകൾ കൊണ്ട് ഇങ്ങോട്ട് വളരെ അട്രാക്റ്റീവായിട്ട് പ്ലേറ്റുകൾ ഉണ്ടാക്കാം. അതുപോലെ ചെറിയ ഡിഷുകൾ ഉണ്ടാക്കാം. ഇങ്ങോട്ട് നോക്കി. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയൊരു ഡിഷ് ആണെങ്കിൽ അതുണ്ടാക്കാം. പിന്നെ പ്ലേറ്റ്
അടിപൊളിയായിട്ട് ഇതുപോലെ വേണമെങ്കിൽ പ്ലേറ്റ് ചെയ്തെടുക്കാം. ഇത് താമരയുടെ ഇലയാണ് കേട്ടോ, ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ ഇത് നോക്കി, ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് വേണമെങ്കിൽ ചെയ്യാം. ഇനി അങ്ങനെയല്ല, നമ്മൾ ചകിരി കൊണ്ടാണ് സാധനങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതും ചകിരി കൊണ്ട് തന്നെ കപ്പുകൾ ഉണ്ടാക്കാം. കുറച്ചുകൂടെ വലിയൊരു കപ്പ് ഉണ്ടാക്കാം. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ്, അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ നമുക്കൊരു പാർട്ടിയിൽ വെക്കണമെങ്കിൽ അതിന് പറ്റുന്ന സാധനങ്ങൾ ഇതൊക്കെ ഈ ഒരു മെഷീനിലൂടെ മാനുഫാക്ചർ ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു സാധനം എന്താണെന്ന് അറിയോ, ഇത് നമ്മുടെ സാക്ഷാൽ കപ്പയാണ്. കപ്പ അരച്ചെടുത്തുണ്ടാക്കിയിരിക്കുന്ന പ്ലേറ്റും അതുപോലെ തന്നെ കപ്പുമാണ്. ഈ സാധനം നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം വേണമെങ്കിൽ ഇങ്ങനെ കടിച്ച് തിന്നാം. ഈ ഗ്ലാസ്സിനകത്ത് നല്ല ചായ, അതിനകത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹോട്ടായിട്ടുള്ള സാധനം, നല്ല കൂളായിട്ടുള്ള സാധനം കുറച്ചധികം സമയം ഇതിനകത്ത് നിലനിൽക്കുമെന്നുള്ളതാണ്. ആ ഒരു ടെമ്പറേച്ചർ കൺട്രോളിങ് ഈ ഒരു ഗ്ലാസ്സിനുണ്ട്. പിന്നത്തെ സാധനം എന്ന് പറയുന്നത് പല ടൈപ്പിലുള്ള സ്ലിപ്പറുകൾ. എനിക്കിത് കാണുമ്പോൾ നമ്മുടെ ലൂണാർ കമ്പനിയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരൊക്കെ ഇതുപോലെ ചെറുകിട യൂണിറ്റുകളിൽ നിന്നാണ് അവരുടേതായ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്തത്. അതുപോലെ ഈ സ്ലിപ്പറുകൾക്കൊക്കെ നല്ല മാർക്കറ്റുണ്ട്. നിങ്ങൾ ഏത് ചെരുപ്പേടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് വിറ്റഴിക്കും. ഇതിനൊരു മാർക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മുൻപിൽ അനന്ത വിശാലമായിട്ട് കിടക്കുകയാണ്. ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഒറ്റ മെഷീനിലൂടെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതിനെല്ലാം ഞാനിതെല്ലാം യൂട്യൂബിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ട്, ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന മെഷീനറീസ്. പക്ഷേ അതിനെല്ലാം സെപ്പറേറ്റ് മെഷീനാണ്. ആ ഒരു സമയത്താണ് 12 ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല, ഈ ലോകത്തിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അടിച്ചുകൂട്ടി ഒരു ഒറ്റ മെഷീനിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇതുപോലെ വേണമെങ്കിൽ ഈ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇനി ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഇതുപോലത്തെ പാക്കിങ് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാൻ കഴിയും. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ പോകണം. നിങ്ങൾക്ക് നല്ലൊരു മിഷനറി, നല്ലൊരു ബിസിനസ്, നല്ലൊരു ആശയം, ഇതൊക്കെയാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ പങ്കുവച്ചത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. മിഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സിംഗിൾ ഫേസിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ കഴിയും. ഈ ഒരു മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുരുങ്ങിയ ഒരു സമയത്ത് നമ്മുടെ വീട്ടിലാണെങ്കിലും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. വീട്ടമ്മമാർക്ക് ചെറുകിട വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു മിഷനാണ്. വലിയ വിലയൊന്നുമില്ല. ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് വെറും 80,000 മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മിഷൻ സ്വന്തമാക്കാം. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, മാനുവലി വർക്ക് ചെയ്യുന്നതുകൊണ്ട്. അതുപോലെ തന്നെ ഇതിന് നിങ്ങൾക്കൊരു ലോൺ വേണം എന്നുണ്ടെങ്കിൽ, കുറച്ച് നാളത്തേക്കൊക്കെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും ലോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടാൽ മതി, അത് അവർ അറേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് സബ്സിഡി, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സബ്സിഡി ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ കമ്പനിയിൽ ബൈബാക്ക് എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്താ പറയുക, അവർ തിരിച്ചെടുക്കില്ല. പ്രൊഡക്ട്സ് വിൽക്കാനുള്ള എല്ലാ സഹായങ്ങളും ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ, വഴികളൊക്കെ അവർ തുറന്നു തരും. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള റോ മെറ്റീരിയലുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ പ്രോഡക്ട്സ് ഉണ്ടാക്കണം, അതിൻ്റെ ആവശ്യമുള്ള റോ മെറ്റീരിയൽ എന്താണ്, അത് എവിടെ നിന്ന് വാങ്ങാൻ കഴിയും, അങ്ങനെയുള്ള എന്താ പറയുക ഡയറക്ഷൻസ് എല്ലാം ഈ കമ്പനിയിൽ നിന്ന് തന്നെ നൽകും. ഓക്കെ, ഈ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ഒന്നുകിൽ വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നു. ഇത് കൂട്ട് പ്രോഡക്റ്റുകൾക്ക് നമ്മുടെ മാർക്കറ്റിൽ നിറയെ ആവശ്യക്കാരുണ്ട്. നമ്മളൊന്ന് ശകലം മെനക്കെട്ട് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ സജീവമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു ലേശം മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ സാധനങ്ങൾ വിറ്റഴിക്കാൻ കഴിയും. നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയും. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയും. നിങ്ങൾ ജോലിക്കാരനാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, വരുമാനമില്ല എന്ന് വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന തകർപ്പൻ ഒരു മിഷൻ തന്നെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായി വീണ്ടും വരാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ വിടവാങ്ങുന്നു. ഐ എം ജോബിംഗ് മണി, സൈനിങ് ഓഫ് ഫ്രം മകരക്കൈത്ത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.